ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 61ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ മിനിഞ്ഞാന്നത്തോടെ തന്നെ ഫാമിലി ടാസ്കിൻ്റെ വീക്ക് തീർന്നു. അപ്പോൾ ഇന്നലത്തെ നമ്മൾ എപ്പിസോഡിൽ കണ്ടത് മെയിനായിട്ട് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസിയിലോട്ടുള്ളതായിരുന്നു. അപ്പോൾ ജയിൽ നോമിനേഷനിൽ എല്ലാവരും കൂടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസും അതേപോലെ അനീഷുമാണ്. അപ്പോൾ ഷാനവാസിന് കിട്ടിയതിൽ പ്രത്യേകിച്ച് അത്ഭുതമില്ല. കാരണം ഷാനവാസ് കുറേ ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഫുഡിൻ്റെ പേരിലൊക്കെ കഴിഞ്ഞ വീക്കിൽ ആ വീട്ടിനകത്തുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ മട്ടൻ കറിയുടെ സമയത്തൊക്കെ എന്താ പറയുക, എക്സ്ട്രാ പീസ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസിൻ്റെ പേര് എല്ലാവരും പറഞ്ഞു. പക്ഷെ അനീഷ് കുറച്ചൊരു സൈലൻ്റ് ആയിരുന്നു കഴിഞ്ഞ വീക്ക്. കാരണം ആവശ്യമില്ലാത്ത ഇഷ്യൂസും കാര്യങ്ങളിലൊന്നും അനീഷ് പോയി ഇടപെട്ടിട്ടില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. എന്തിനാണ് പിന്നെ അനീഷിനെ അവർ ജയിൽ നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ എപ്പിസോഡിനകത്ത് അവരുടെ റീസൺസ് പറഞ്ഞ് നമുക്ക് കാട്ടിയിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഇവർ രണ്ടുപേരാണ് പോയത്. ഇവർ രണ്ടുപേരും പിന്നെ ഫ്രണ്ട്സ് ആയത് കാരണം പിന്നെ ജയിലിനകത്ത് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല, സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. പക്ഷേ ഇവർക്ക് കൊടുത്ത ടാസ്ക് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഇഡ്ഡലി ദോശയുടെ മാവ് അരയ്ക്കുന്നത് ആട്ടുകല്ലിൽ. പക്ഷെ അത് നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ എന്താ പറയുക, അത്യാവശ്യം നല്ല ഹെൽത്തി അല്ല, ആരോഗ്യമുള്ള ഒരാൾക്കാരായത് കാരണം അവർക്ക് നന്നായിട്ട് ആ മാവ് ആട്ടാനും എല്ലാം പറ്റി, കുഴപ്പമുണ്ടായിരുന്നില്ല. അത് അവസാനം ബിഗ് ബോസ് അവരോട് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആര്യനോ മറ്റോ അതിനകത്ത് ഏതൊരു മുടിയോ എന്തോ കണ്ടു പറഞ്ഞിട്ട് അവർ അത് മൊത്തത്തിൽ പിന്നെ യൂസ് ചെയ്തില്ല. അത് തിരിച്ചയച്ചു എന്ന് തോന്നുന്നു. അവർക്ക് ആർക്കും താല്പര്യമില്ല ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി ഒപ്പീനിയനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിനകത്താണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു നാരോ എന്തെങ്കിലും ആ മാവിൻ്റെ മോൾ ഭാഗമാണെങ്കിൽ നമ്മൾ ആ മാവ് മൊത്തം എടുത്ത് കളയും. എനിക്കറിയില്ല, മോൾ ഭാഗം മാത്രം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി അടിയിൽ നമ്മൾ യൂസ് ചെയ്യില്ലേ. കാരണം അത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും അരിയുടെയും ഉഴുന്നും എല്ലാം നമ്മൾ അത്രയും ചിലവാക്കിയിട്ടാണ് ആ ഒരു ബാറ്റർ അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അത് അത്രയും എടുത്ത് കളയല്ല, തിരിച്ച് ഏൽപ്പിക്കണേൻ്റെ ആവശ്യം ഉണ്ടോ? ഇനിയിപ്പം ബിഗ് ബോസിന് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് അത് യൂസ് ചെയ്യും എന്തായാലും. അതത്ര എടുത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മിക്കവാറും ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയതല്ലേ എന്നുള്ള ആ ഒരു എന്താ പറയുക, ഈഗോ ഇഷ്യൂവിലായിരിക്കാം മേ ബി ചിലപ്പോൾ അവർക്ക് വീട്ടിലുള്ള ആൾക്കാർക്കും ആ ഒരു മാവെടുത്ത് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവുക. എസ്പെഷ്യലി ആ ജയിലിനകത്ത് അത് ഫുൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഇടയിൽ തന്നെ ക്യാപ്റ്റൻ ബിന്നിയായിട്ട് ചില ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട്. ബിന്നി അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഷാനവാസ് ജസ്റ്റ് ആ ഒരു സ്പൂണോ എന്തോ ഇങ്ങനെ ഇട്ട് ഇതാക്കിയപ്പോൾ മാവ് ചെറുതായിട്ടൊന്ന് മുടിയിലോട്ട് തെറിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ക്യാപ്റ്റന് ഒരു ബഹുമാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അവിടെ ഷാനവാസ് ഒരു സ്ത്രീ, ഒരു പുരുഷൻ അങ്ങനെയുള്ളൊരു വേർഡോ ഒന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ളതാണ്. അവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ടില്ല സത്യത്തിൽ. പക്ഷേ ബിന്നി അത് വളച്ചൊടിച്ച് അതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും അങ്ങനെ വേറൊരു രീതിയിലോട്ട് അവിടെ എത്തിക്കുക ചെയ്തത് ബിന്നി. അപ്പോൾ അത് കേട്ട് ശരിക്കും ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നേരെ അറിയാതെ തന്നെ കുറേ പേര് വന്നിട്ട് ബിന്നിയുടെ ഭാഗത്ത് ക്യാപ്റ്റനെ അപമാനിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ബിന്നി ക്യാപ്റ്റൻ സൂപ്പറാ എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ജയിൽ തുറന്നു കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സീൻ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും അതൊരു ആവശ്യമില്ലാത്തൊരു ഫൈറ്റാണ്. കാരണം ഷാനവാസ് അപ്പുറത്തുനിന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നും പറഞ്ഞിട്ട്. ബിന്നി അത് ഏറ്റുപിടിച്ചിട്ട് ഇവിടുന്ന് ഒബ്വിയസ്ലി ബിന്നിക്ക് ചിലപ്പോൾ ഇതാവാം, കാരണം ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ ഇങ്ങനെ പറയുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, പ്രാഥമികമായിട്ടുള്ളൊരു ആവശ്യം കാര്യങ്ങളൊക്കെയാണ് ഈ വാഷ്റൂമിൽ പോകുക എന്നുള്ളത്. അതിന് തുറന്നു കൊടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം ബിന്നിക്ക് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് എന്താണെങ്കിലും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ അത് ബിന്നി തുറന്നു കൊടുത്തു. എന്നിട്ട് അവർ തിരിച്ചു പോയി വന്നു. പക്ഷേ അപ്പോഴും ആ ഇഷ്യൂ അതിനകത്തുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണെങ്കിലും അവസാനം ജയിൽ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നു. ബിഗ് ബോസ് തന്നെ അവരോട് പറഞ്ഞു ആ ബാറ്ററി യൂസ് ചെയ്യാൻ. പക്ഷേ അവർക്ക് താല്പര്യമില്ല പറഞ്ഞിട്ട് തിരിച്ച് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എപ്പിസോഡിനകത്ത്. പിന്നെ അതിനുശേഷം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ, ഇപ്പോൾ ബിന്നിയും ഷാനവാസും തമ്മിലുള്ള ഒരു ഇഷ്യൂവിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ കയറിപ്പോയ ഒരാളാണ് ലക്ഷ്മി. ലക്ഷ്മിക്ക് ഫുള്ളും അറിയില്ല അവിടെ എന്താ നടന്നത്, ആരോട് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നും ലക്ഷ്മിക്ക് അറിയില്ല. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ
തന്നെയാണ് ലക്ഷ്മി വന്ന സമയത്ത് മസ്താനി ഒരു ഇഷ്യൂ പറഞ്ഞു. അത് പകുതി കേട്ടു, കംപ്ലീറ്റ് ആയി കേൾക്കാതെ ആണ് ഒനീലിൻ്റെ മേത്ത് ചാടിയത് ലക്ഷ്മി. അതേ സെയിം ഇഷ്യൂ ഇതാണ് ഇവിടെയും നടന്നത്. കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാണ്ട് ഷാനവാസിൻ്റെ മേത്ത് കയറി ചൊറിയാൻ നിന്നു. ഷാനവാസ് തിരിച്ചും ലക്ഷ്മിനെ ചൊറിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു സീനായി. അത് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അക്ബറിനോട് ഷാനവാസ് പറയുന്നത് ഒനീലിനോട് എന്താണ് ശരിക്കും നടന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിനെയും വിളിച്ചിരുത്തി പറയുന്നുണ്ട്, ലക്ഷ്മി ഇങ്ങനെയാണ് നടന്നത്, വേണം വെച്ച് മാവ് മോത്തേക്കൊന്നും ഇതാക്കിയിട്ടില്ല, പക്ഷെ തെറിച്ചു പോയതാണ് കൈ കൊട്ടിയപ്പോൾ എന്നിങ്ങനെ പറയുന്നത്, കൈ കുടഞ്ഞപ്പോൾ എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് അതിനുശേഷം പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, പിന്നെ എന്നോട് എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്തതിൻ്റെ ഒരു റീസൺ ലക്ഷ്മി തന്നെയാണ്. കാരണം ലക്ഷ്മി ആവശ്യമില്ലാതെ പോയി ചൊറിഞ്ഞിട്ടും ബിന്നിനെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് അപ്പുറത്തുനിന്ന്, ഇപ്പോൾ നമ്മൾ പറയില്ലേ എവരി ആക്ഷൻ ഹാവ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ തിരിച്ചതേപോലെ ഷാനവാസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നലെ മേജറായിട്ട് നമ്മളൊരു കണ്ട ഇഷ്യൂ. ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ആണ് ലക്ഷ്മി എൻ്റെ ഇടയിൽ കൂടെ ചെന്ന് ക്രിയേറ്റ് ചെയ്ത് വിട്ടത്. മേ ബി സ്ക്രീൻ സ്പേസ് കിട്ടാനായിരിക്കാം. പിന്നെ നമ്മൾ കണ്ടത് ക്യാപ്റ്റൻസി നോമിനേഷനാണ്. ഇത്തവണയും മിക്കവാറും ലേഡി ക്യാപ്റ്റൻ ആയിരിക്കാം. അപ്പോൾ നോമിനേഷനിൽ വന്നത് ലക്ഷ്മി, ജിസൈൽ, ആദില, ഇവർ 3 പേരാണ്. അപ്പോൾ ആരായിരിക്കും എന്നറിയില്ല ഇത്തവണ ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ആസ് യൂഷ്വൽ കുക്കിങ്ങിലുള്ള ഇത് കുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത്തെ ഇന്നലത്തെ എപ്പിസോഡ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഇതാണ് ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. അപ്പം കുറേ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ കുറേ ഇതിലൊക്കെ കാണുന്നുണ്ട് ഇത്തവണ ഒനീലും ജിസൈലും രണ്ടുപേരും എവിക്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ജിസൈൽ അത്യാവശ്യം നല്ല വോട്ടിംഗ് ഉള്ള ഒരാളാണ്. കാരണം ജിസൈലിന് അത്യാവശ്യം PR വർക്കും വോട്ടിങ്ങും എല്ലാം ഉണ്ട്. ജിസൈലിന് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ജിസൈൽ അത്ര വന്നതത്ര ഇപ്പം ഗെയിം അങ്ങനെ കളിക്കുന്നില്ലെങ്കിൽ പോലും ജിസൈലിന് അത്യാവശ്യം നല്ല വോട്ടുണ്ട്. ഇപ്പോൾ ഔട്ടാവേണ്ട ഒരാളേ അല്ല. ഇപ്പോൾ കഴിഞ്ഞാഴ്ച ഇപ്പോൾ ജിഷിൻ ഔട്ടായി, ഇപ്പോൾ എല്ലാവരും ഷോക്കായി പോയി. കാരണം ജിഷിനും അത്യാവശ്യം വോട്ടുള്ള ഒരാളാണ്. അതൊരു അൺഫെയർ എവിക്ഷനാണെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ജിസൈലിൻ്റെയും അൺഫെയർ എവിക്ഷനായിട്ട് തന്നെ തോന്നുന്നു. കാരണം ജിസൈലിനെക്കാട്ടിലും ഒട്ടും ആക്റ്റീവ് അല്ലാത്തതും വോട്ട് കുറേയുള്ള കുറേ പേരുണ്ട്. ഇപ്പോൾ സാബുമാൻ, അതേപോലെ നെവീൻ, ഇവർക്കൊക്കെ ഭയങ്കര വോട്ട് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരൊന്നും ഔട്ടാവാണ്ട് ജിസൈൽ ഔട്ടായത്? കാരണം എനിക്ക് അറിയില്ല, ഇത് 100% അൺഫെയർ എവിക്ഷൻ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനും എല്ലാ ഡെയിലിയും ഓരോരുത്തർക്ക് വോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ കാരണം അവിടെ നന്നായി ഗെയിം കളിക്കുന്ന ഒരാൾ ഉണ്ടായിട്ട് ഇല്ലാത്തൊരാളെ ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെ ഔട്ടാക്കുക എന്നുള്ളത് ഒരു അൺഫെയർ ആണ്. കാരണം ഒന്നും ചെയ്യാത്ത ആൾക്കാർ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നെവീന് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല. കാരണം നെവീൻ കക്കുക, ഫുഡ് കട്ട് തിന്നുക, അല്ലെങ്കിൽ വേറെ ഓരോരുത്തരോടെ പോയി ചെറിയ കുത്തിത്തിരിപ്പ് പോലെ ഉണ്ടാക്കുക, അതൊക്കെ ഉള്ളൂ. അതേപോലെ ഈ പറയുന്ന ബിന്നി ആണെങ്കിൽ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നന്നായി കളിച്ചിട്ടുള്ളൂ. അതിന് മുമ്പൊന്നും ബിന്നിയുടെ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റും ഉണ്ടായിട്ടില്ല. പക്ഷെ വന്ന സമയം മുതൽ ജിസൈലിന് കുറേ കണ്ടൻറ്റുകളെങ്കിലും ഉണ്ട്. ആദ്യം കുറേ മേക്കപ്പ് ഇഷ്യൂ വന്നു, പിന്നെ ആര്യനായിട്ട് കുറേ ഇഷ്യൂ വന്നു. ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ആദില നൂറാന്ന് പറയുന്നു, നൂറയാണ് പിന്നെയും കളിക്കുന്നത്. ആദില പ്രത്യേകിച്ച് ഒന്നും കളിക്കുന്നില്ല. ആദില ആകെ കൂടെ ചില സമയത്ത് അനീഷിനെ ചുറിഞ്ഞുകൊണ്ട് കിടക്കും. അങ്ങനെ ആവശ്യമില്ലാതെ കുറേ ഒച്ചയും ബഹളം ഉണ്ടാക്കും എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അനുമോൾക്കും ആണെങ്കിലും കണ്ടൻറ് ഉണ്ട്. ഇപ്പോൾ പിന്നെ പ്ലാച്ചിയുടെ കുറച്ച് നാൾ പ്ലാച്ചീനെയും കൊണ്ട് നടന്നിരുന്നു. ഇപ്പോൾ പ്ലാച്ചീനെ അങ്ങനെ കാണിക്കുന്നില്ല. ആദ്യം വന്ന സമയത്തൊക്കെ കുറേ കരച്ചിലായിരുന്നു കണ്ടൻറ്റ്. ഇപ്പോൾ കുറച്ച് കരച്ചിലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ജിസൈൽ ഔട്ടായിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കുറേ പേര് ചില ആൾക്കാർ പറയുന്നു സീക്രട്ട് റൂം ആയിരിക്കാം, ഔട്ടാവാൻ ചാൻസ് ഇല്ല, വോട്ടിംഗ് ഉണ്ട്. ശരിയാണ്, ജിസൈൽ നല്ല വോട്ടിംഗ് ഉണ്ട്, നല്ല PR വർക്ക് ഉണ്ട് തോന്നുന്നു. അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് സീക്രട്ട് റൂമിലല്ല, ഔട്ടായി കൺഫേം ആയെന്നും പറയുന്നുണ്ട്. അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇൻ കേസ് ഇപ്പോൾ ജിസൈൽ ഈ ആഴ്ച ഔട്ടാവുക എന്നാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ എൻ്റെ വോട്ടിങ് എന്താണെങ്കിലും നിർത്തും. കാരണം നമ്മൾ വോട്ട് ചെയ്ത് നല്ല ആൾക്കാർക്കായിരിക്കും വോട്ട് ചെയ്യുക, കളിക്കുന്ന ആൾക്കാർക്ക്. ഇങ്ങനെ കളിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്ത് വരുമ്പോൾ അവർ ഔട്ടായി പോവുക, ഒന്നും കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ വോട്ടിങ്ങിൽ പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ അത്ര സീരിയസ് ആയിട്ട് വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ജിഷിനും അഭിലാഷ് ഔട്ടായപ്പോഴും ഹൗസ് മേറ്റ്സ് എല്ലാവരും ഭയങ്കര വണ്ടടിച്ചു. കാരണം ഇവർ നന്നായി കളിക്കുന്ന ആൾക്കാർ ഇവരെങ്ങനെ ഔട്ടായി,
എന്നുള്ള ഒരു കൺസെപ്റ്റിൽ. അപ്പോൾ ഇതന്നെയായിരിക്കും ഇപ്പോൾ ഈ ആഴ്ച ഇവർ ഔട്ടായാലും ഹൗസ് മേറ്റ്സ് അതുപോലെ തന്നെ വിചാരിക്കും. ഒന്നും കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കുന്നു, കളിക്കുന്ന ആൾക്കാരൊക്കെ പോകുന്നു, കണ്ടൻറ്റുള്ള ആൾക്കാർ പോകുന്നു, അത് വലിയൊരു ഇതായിരിക്കും. അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതാണ്. കാരണം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ജസേലിന് മാത്രം വോട്ട് ചെയ്യുന്ന ആളല്ല, പല ആൾക്കാർക്ക് ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട് കളിക്കുന്ന ബേസിൽ. പക്ഷേ അത്രയും നല്ല ആൾക്കാർ പോകുമ്പോൾ പിന്നെ നമ്മുടെ വോട്ടിങ്ങിൽ ഒരു അർത്ഥം ഇല്ലാണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ എന്താണെങ്കിലും എൻ്റെ വോട്ടിങ് നിർത്തും. അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ പക്ഷേ ഞാൻ റിവ്യൂ ഇടും, എന്നും കാണും, അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ, ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.